ഈസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഒരു യാത്രയുടെ വിശേഷം പാതി വഴിയിൽ പറഞ്ഞു നിർത്തിയിട്ട് നമ്മൾ പോയതാണല്ലേ. അപ്പോൾ ഇന്ന് എവിടേക്കാണ് പോയതെന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജുകൾ എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് വേഗം പോയിട്ട് വരാം. വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി കേട്ടോ. വീഡിയോ അങ്ങോട്ട് നിങ്ങളിലേക്ക് തരാനാണ് നേരം വൈകിയത്. അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് ആ ഒരു വിശേഷവും ആ ഒരു യാത്രയിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്നുള്ള ഇതിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചില യാത്രകൾ അങ്ങനെയാണ്, നമ്മൾ എത്ര നേരത്തെ പ്ലാൻ ചെയ്താലും അതിനൊരു സമയമുണ്ട്, ആ സമയത്ത് തന്നെ നടക്കുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ യാത്ര ഒരു 3 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത യാത്രയാണ്. 3 വർഷം മുമ്പ് പ്ലാൻ ചെയ്യാൻ കാരണം നമ്മുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഈ കഴിഞ്ഞ മെയ്യിൽ 3 വർഷം കഴിഞ്ഞു. അപ്പോൾ വീട് താമസം മാറിയ ഉടനെ പോകണം എന്നുള്ള വിചാരത്തിലൊക്കെ നിൽക്കുന്ന സമയമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കായിരുന്നു എൻ്റെ അപ്പയുടെ മരണം. അതിനുശേഷം എൻ്റെ അമ്മയ്ക്ക് വന്നൊരു സർജറി. അങ്ങനെ ഇങ്ങനെ ഓരോ വർഷങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നാലും അത് ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് പെട്ടെന്ന് പണ്ട് എൻ്റെ അമ്മ പറയുമായിരുന്നു, കൊച്ചി കക്കാൻ പോണേന് ഇപ്പോഴേ മുട്ട് കുത്തണ്ടാന്ന്. ഈ പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. കാരണം നമ്മൾ നേരത്തെ കൂട്ടി ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്ന സമയത്ത് വീട്ടിൽ സ്ഥിരം പറയാറാ അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്യാൻ പാടില്ല എന്ന് ചെറുപ്പത്തിലേ പറയാറുണ്ട്. എന്നാലും നമ്മളിങ്ങനെ ഓരോ ഒഴിവനുസരിച്ച് മുൻകൂട്ടി ഓരോന്നിങ്ങനെ വിചാരിക്കും അല്ലേ. പക്ഷെ അതിൻ്റെ സമയമാകുമ്പോൾ അതൊക്കെ ഇങ്ങനെ നടക്കും. അങ്ങനെ ഇത് വളരെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ പിന്നെ പോകാൻ തീരുമാനിച്ചു. പിന്നെ മക്കളുടെ യാത്രയ്ക്ക് ഛർദ്ദിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമ്മളൊരു ട്രെയിൻ പ്രിഫർ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ട്രെയിനിൽ ആണ് കേട്ടോ യാത്ര. അവരെ സംബന്ധിച്ച് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്ത് ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നുള്ളത് വലിയ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും അവരുടെ ലൈഫിൽ അതൊരു മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒക്കെ ഉള്ളൊരു യാത്രയാണ് കേട്ടോ. അവർ ഭയങ്കര എക്സൈറ്റഡാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഒന്ന് പിടിച്ചിട്ട സമയത്ത് കണ്ടതാണ് ഒരു മാവ് നിറയെ മാങ്ങ. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ഒരു സീസണിൽ മാങ്ങയൊന്നും അധികമില്ല. അടുത്ത ട്രിപ്പിന് വേണ്ടി മാവ് പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ വഴിയിൽ കാണുന്ന ഈ കാഴ്ചകളെല്ലാം തന്നെ വളരെ കൗതുകകരമായ കാഴ്ചയായിരുന്നു. മുകളിലത്തെ ബർത്തിലിരുന്ന് താഴത്തെ അപ്പനും അമ്മയുടെയും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ മൂത്താൾ. പിന്നെ നമ്മളിവിടുന്ന് ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ലെമൺ റൈസ് ഉണ്ട്, അതുപോലെ തന്നെ ആലുഭുജി ഉണ്ട്, അതുപോലെ ചപ്പാത്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പരമാവധി ട്രെയിനിൽ നിന്ന് എണ്ണയുള്ള ഐറ്റംസ് കഴിക്കണ്ട എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് മാക്സിമം ഫുഡൊക്കെ എടുത്തിരിക്കണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളൊരു യാത്ര പോകുമ്പോൾ അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത് കുറച്ചൊക്കെ ട്രെയിനിലുള്ള ഫുഡൊക്കെ കയ്യിലെടുക്കുവാണെങ്കിൽ അത് കുറച്ച് ഹെൽത്തി ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാ നേരവും അല്ല, കാരണം ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് നാളത്തെ ദിവസം നമ്മൾ അവിടുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് നിർത്തുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പനെ വല്ലാതെ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യമായിട്ട് യാത്ര ചെയ്തത് അപ്പൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ അപ്പ പണ്ട് ഇങ്ങനെ ഓരോ ചേച്ചിമാരുടെ അടുത്തേക്കും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ആ പോകുന്ന കാഴ്ചകളാണ് മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല, അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതാണ്. വേളാങ്കണ്ണിക്കാണ് നമ്മുടെ യാത്ര. വേളാങ്കണ്ണിക്ക് നമുക്ക് ഡയറക്റ്റ് ട്രെയിനില്ല. നാഗപട്ടണത്ത് ഇറങ്ങി അവിടുന്ന് വീണ്ടും വേളാങ്കണ്ണിക്ക് ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ പോന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ട്രെയിനിൽ തന്നെയാണ് വേളാങ്കണ്ണി വരെ എത്തിയത്. റൂമിലെത്തിയതോടുകൂടി ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല അത്യാവശ്യം ചൂടുണ്ട്. പക്ഷേ നമുക്ക് റൂമിൽ AC ഉള്ള കാരണം മക്കൾ വലിയ ഹാപ്പിയാണ്. ട്രാവൽ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയുള്ളത്. അതുകൊണ്ട് തന്നെ പോക്കും വരവും ഒക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് ഫ്രഷായി കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് നേരെ നമ്മൾ പള്ളിയിലേക്ക് എത്തുകയാണ്. നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട്. പണ്ട് ഞാനും ഹസ്ബൻഡും തന്നെ വരുന്ന സമയത്ത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓരോ പാക്കേജിൻ്റെ കൂടെയാണ് വരിക. അപ്പോൾ പിന്നെ ഒറ്റ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് എല്ലാതും ചെയ്തവസാനിപ്പിച്ച് അതേപോലെ തിരിച്ചു പോക്കാണ് ഉണ്ടാവുക. അത് ഞാൻ മൂത്ത മോളുടെ തലമുടി മൊട്ടയടിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇളയ മോളെയും ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്.
ഇവർക്ക് രണ്ടുപേർക്കും ഓർമ്മ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വരവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്ക് കുറച്ച് സ്പെഷ്യലാണ്. ഭയങ്കര കൗതുകത്തോടു കൂടിയാണ് കുഞ്ഞുങ്ങൾ ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നത്. ഇനി ഉപ്പിലിട്ട മാങ്ങയുടെ വീക്ക്നെസ് ഉള്ള എൻ്റെ ചെറിയ ആൾ കൂടെ കയറുമ്പോൾ തന്നെ അത് വാങ്ങിച്ചതാ ഇത് വാങ്ങിച്ചതാന്ന് പറയുന്നുണ്ട്. പക്ഷേ നിറച്ച് ഈ ഒരു ഏരിയയിൽ കുറച്ച് ഈച്ചകളും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമ്മളതൊന്നും നോക്കാറില്ല. പക്ഷേ എന്നാലും അതൊക്കെ കാണുമ്പം ചില നേരത്തെ വേണ്ട എന്ന് പറയണമുണ്ട്. ഈ വഴിയിലെ ഉള്ള ഷോപ്പിംഗ് കുറച്ചധികം പ്രാധാന്യം ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ബീച്ച് സൈഡിലേക്ക് പോകുമ്പോഴാണല്ലോ ഈ ഒരു കാഴ്ച കാണുക. അപ്പോൾ ആ രണ്ട് സൈഡിലുമുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകുന്ന സമയത്ത് പണ്ട് ഇവർക്ക് വേളാങ്കണ്ണിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കിച്ചൺ സെറ്റില്ലേ, കുട്ടികൾക്ക് കളിക്കാനുള്ള കിച്ചൺ സെറ്റിൻ്റെ അലുമിനിയത്തിൻ്റെ ചെറിയ ചെറിയ പാത്രങ്ങൾ, എനിക്ക് തോന്നുന്നു കുറേ കാലം മുമ്പ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ തീ കത്തിച്ച് ആ അലുമിനിയത്തിൻ്റെ പാത്രത്തിൻ്റെ ഉള്ളിൽ ചോറ് വെച്ച് പൂച്ചയ്ക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. ആ പാത്രങ്ങൾ ഇങ്ങനെ കടയിൽ കിടക്കണ കണ്ടപ്പോൾ മക്കൾക്ക് ഭയങ്കര ഹാപ്പി ആയിതേ. ഇതാണ് കേട്ടോ ആ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് കിച്ചൺ സെറ്റ്. കുഞ്ഞു കുഞ്ഞു അതിലൊരു അടുപ്പുണ്ട്, മണ്ണിൻ്റെ അടുപ്പുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ നമ്മൾ അവർ കാണാത്ത സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ ചെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ എന്താ പറയുക, ബീച്ച് സൈഡിലേക്കുള്ള യാത്രയായിരുന്നു. പള്ളിയിൽ പോകലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. കാരണം നമ്മുടെ കാണുന്ന എല്ലാവരും എല്ലാ മതസ്ഥരും ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ഈ ഒരു സ്ഥലം പ്രത്യേകതകൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി എന്ന് മാത്രം. അങ്ങനെ ബീച്ച് സൈഡിലേക്ക് എത്തി. അപ്പോൾ മക്കൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അപ്പനും മക്കളും കൂടിയാണ് വെള്ളത്തിൽ കളിക്കണേ. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങോട്ട് നീങ്ങിപ്പോയില്ല. കാരണം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ, ബീച്ചിലേക്ക് പോകുന്ന സമയത്ത് ഈ ചെരുപ്പ് അല്ലെങ്കിൽ ഊരി വയ്ക്കുന്ന ബാഗ് ഒക്കെ നോക്കാനായിട്ട് കൂട്ടത്തിൽ നിന്ന് ഒരാളുണ്ടാവും. അത് സാധാരണയായി എന്താ പറയുക, നമ്മുടെ കാർന്നമാർക്ക് കിട്ടണ വലിയ പണിയാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നും കൈ പിടിക്കാതെ പോവുകയാണെങ്കിലും ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കൂലേ നമ്മുടെ ചെരുപ്പ് വെച്ചിട്ട് അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം ഇതെല്ലാം വാങ്ങിച്ചു പിടിച്ച് ഞാനാണ് നിൽക്കണേ. കാരണം എൻ്റെ ചെരുപ്പിൽ അല്ലെങ്കിൽ നനയണ്ട എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഡ്രസ്സ് ഒക്കെ ഒന്ന് കയറ്റി വെച്ച് നിൽക്കുന്ന പോലത്തെ ഒന്നുമല്ല, നമ്മൾ കോട്ട് സെറ്റൊക്കെ എല്ലാം ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനായിരുന്നു ഇതൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നത്. തിരിച്ചു പോകുമ്പോൾ ഏറ്റവും കൗതുകം തോന്നിയ കാഴ്ച കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ നിൽക്കുന്നതും അതുകൊണ്ടാണ്. അവിടുന്ന് പൊറോട്ട പരത്തുന്നു, ഇങ്ങോട്ട് ആ ചേട്ടന് എറിഞ്ഞു കൊടുക്കുന്നു, ആ ചേട്ടനത് കുക്ക് ചെയ്യുന്നു. കുറച്ച് നേരം നമ്മൾ ഈ കാഴ്ച ഇങ്ങനെ കണ്ടു നിന്നു കേട്ടോ. ഇത്രയും ഒരു 10-30 എറിഞ്ഞതിൽ ഒരെണ്ണമൊക്കെ താഴെ പോയിട്ടുണ്ട്. എന്നാലും ഇത് നല്ല രസമായിരുന്നു. ഇത് കാണാൻ വേണ്ടിയിട്ടും അവിടെ കുറേ പേരിങ്ങനെ വട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു രണ്ടുപേരുടെ ആ ഒരു കഴിവിനെ നമ്മളും പറയണ്ടേ അല്ലേ. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് തന്നെ നടക്കുവാണ് കേട്ടോ. കണ്ടോ ആ കടയുടെ ഫ്രണ്ടിൽ എന്തോരം തിരക്കാണ്. ഇതൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തിരക്കല്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സാധാരണ നമ്മൾ പൊട്ടുകടല വറുത്തതും അല്ലെങ്കിൽ കപ്പലണ്ടി വറുത്തതും ഒക്കെ വാങ്ങാറുണ്ട്. ഇപ്പോൾ വൈറ്റ് പീസ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിളുമാണ്. പണ്ട് പൊട്ടുകടല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോയിട്ട് വാങ്ങുമ്പോൾ തന്നെയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അത് വറുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ടോ. മണലിൽ വറുക്കുന്നത് നമ്മൾ സാധാരണ കപ്പലണ്ടി വറുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു അടുപ്പ് നേരിട്ട് കണ്ടപ്പോൾ തോന്നിയ കൗതുകത്തിലാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തന്നെ വാങ്ങുമ്പോൾ വീഡിയോ എടുത്തത്. അതിനേക്കാളും വലിയൊരു കാര്യം അതിൻ്റെ തൊട്ടിപ്പുറത്ത് കണ്ടോ, നമ്മുടെ കശുവണ്ടി പൊളിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന അതിൻ്റെ തൊണ്ടില്ലേ, അതാണ് ഇവർ അടുപ്പിൽ കത്തിക്കാനായിട്ട് ഉപയോഗിക്കണേ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ഹോളിൽ നിറച്ചിരിക്കുന്ന അത് തന്നെയാണ്. പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വീടിൻ്റെ അടുത്ത് കശുമാവൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കശുവണ്ടി കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ കറി ഉണ്ടാക്കുമ്പോൾ നന്നായി മൂത്തുപഴുത്ത് താഴെ വീണത് തല്ലി പൊട്ടിച്ചിട്ടല്ല, ഒരു പച്ച കശുവണ്ടി കീറിയിട്ടൊക്കെയാണ് ഉണ്ടാക്കി ഞാൻ കഴിച്ചിരിക്കണേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും അതിൻ്റെ തൊണ്ടാണ് കേട്ടോ ഉപയോഗിക്കണേ. അപ്പോൾ തിരിച്ചിങ്ങനെ നടന്നൊക്കെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ടയർഡൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെ ആ ഒരു ഉറങ്ങിപ്പോയാൽ അല്ലെങ്കിൽ അങ്ങനെ കിടന്നു പോയാൽ പിന്നെ നമുക്ക് വീണ്ടും നാളെ കാലത്ത് കുറച്ച് ഹരിബറി ആവുമെന്ന് തോന്നിയത് കാരണം കുരിശിൻ്റെ വഴിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ ഇറങ്ങിട്ടോ. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് മണലിലൂടെ എഴയുന്നവരെയും കാണാം കേട്ടോ. മുട്ടിലെഴഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യുന്ന ആൾക്കാരും ഒക്കെ നമുക്ക് കാണാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് എന്നോട് വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിലൊരാൾ വളരെ കാര്യമായിട്ട് എന്തായാലും ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് എനിക്ക് തോന്നി ആ സമയത്ത് ഒന്ന് വീഡിയോ കോൾ വിളിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിപ്പിക്കാൻ പറഞ്ഞാലോ എന്ന് തോന്നിയിട്ട് ഞാനൊന്ന് വീഡിയോ കോൾ വിളിച്ചതാണ് കേട്ടോ. കാരണം ഇവിടെ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്ന് തോന്നി. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. രാവിലെ നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ അച്ചായൻസ് എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്, മലയാളികളുടെ ഹോട്ടൽ തന്നെയാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ടാണ് രാവിലെ ഫുഡൊക്കെ കഴിച്ചത്. തലേദിവസം മുഴുവൻ നമ്മുടെ കയ്യിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ മസാല ദോശയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞാലും പുറത്തെത്തി കഴിയുമ്പോൾ എത്ര മലയാളി കടയാണെങ്കിലും മസാല ദോശയ്ക്കൊക്കെ മസാലയ്ക്കൊക്കെ ഒരു എന്താ പറയുക, തമിഴ്നാടിൻ്റെ ടച്ചൊക്കെ വരും. അത് കുട്ടികൾ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്കത് കഴിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവർ. കാരണം ഒന്ന് പുറത്ത് പോയി കഴിച്ചല്ലോ. അങ്ങനെ കാലത്ത് ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ കുർബാനയ്ക്ക് എത്താണ്. കുർബാന രാവിലെ 9 മണിക്കാണ്. മലയാളം കുർബാന എല്ലാ ദിവസവും രാവിലെ 9 മണിക്കാണ് ഉള്ളത്. അപ്പോൾ മലയാളം കുർബാന തന്നെ കാണാനായിട്ടും ഇത്ര നേരത്തെ എത്തലും ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാക്കേജിൻ്റെ കൂടെയൊക്കെ വന്ന് പോകുമ്പോൾ ഏത് കുർബാനയാണോ, ഏത് ഭാഷയിലുള്ള കുർബാനയാണോ അപ്പോൾ ആ സമയത്തുള്ളത്, ചിലപ്പോൾ തമിഴാവാം, ചിലപ്പോൾ തെലുങ്കാവാം, ചിലപ്പോൾ ഇംഗ്ലീഷ് ആവാം, അങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാറ്. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും മലയാളം കുർബാന തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പണ്ട് സുനാമി ഉണ്ടായ കഥ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. സുനാമി ഉണ്ടായതും തൊട്ടടുത്തുള്ള സ്ഥലം കംപ്ലീറ്റ് എല്ലാവരും കടകളും എല്ലാം ഒലിച്ചു പോയതും ഈ പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നവർ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. നമ്മളിങ്ങനെ കുറേ വായിച്ചും കേട്ടിട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ അതിങ്ങനെ അവരോട് പറയുമ്പോൾ അത് പ്രത്യേകതയാണല്ലോ. അവർക്കത് നേരിട്ട് കാണുമ്പോഴുള്ള ഫീല് വേറെയല്ലേ. ഇതിപ്പോൾ നാട്ടിലേക്ക് പോരുമ്പോൾ നമുക്ക് നേർച്ചയിടാനായിട്ട് പൈസ തന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെ നേർച്ചയിട്ട് അവർക്കുള്ള മെഴുകുതിരിയും കാര്യങ്ങളുമൊക്കെ വാങ്ങിച്ച് ഇറങ്ങുകയാണേ. അങ്ങനെ വീണ്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി. ഇത് റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ വേളാങ്കണ്ണി പള്ളിയുടെ അതേ മാതൃകയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കണേ. അതിപ്പോൾ കുറച്ച് കാലമായി വളരെ സ്ട്രഗിളായിരുന്നല്ലോ ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ട്. അപ്പോൾ നാഗപട്ടണത്തു നിന്ന് ഇങ്ങോട്ടുള്ള ട്രെയിനാണ്. പക്ഷേ തിരിച്ചു വരുമ്പോഴും നമ്മൾ ഒരു റിസ്ക് എടുത്തിട്ട് ട്രെയിനിൽ തന്നെയാണ് പോകുന്നത്. ഈ ട്രെയിൻ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, കുറേ ലഗേജും കൂട്ടത്തിൽ കുറേ കൊച്ചു കുട്ടികളും ഉണ്ടെങ്കിൽ നമുക്കിത് അത്ര പ്രാക്ടിക്കലല്ല. കാരണം നമ്മുടെ ട്രെയിൻ അവിടെ എത്തുന്നു, സെയിം ടൈം അവിടുന്ന് ട്രെയിൻ പോകുന്നു. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ കുറച്ച് ഏജുള്ളവരാണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അതെന്താണാവോ റെയിൽവേ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ടൈം ഇടാത്തതെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തോന്നും. കാരണം കറക്റ്റ് ഹറിബറി ആയിട്ടാണ് നമ്മൾ ഇറങ്ങി ഓടിക്കയറാനായിട്ട് നോക്കിയതൊക്കെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നാഗപട്ടണത്ത് കയറിയതാണ്. അപ്പോൾ ഉപ്പ് കളങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും പറയാം കേട്ടോ, ഇത് പോകുന്നത് വളരെ നല്ലതാണ്. ഇതിൽ തന്നെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓട്ടോറിക്ഷയ്ക്ക് വളരെ കോസ്റ്റാണ് കേട്ടോ അവർ പറയുക. കാരണം എന്തായാലും അവരെല്ലാവരോടും കൂടി അവിടുന്ന് വേറെ മാർഗ്ഗമൊന്നും നമുക്ക് എത്തിച്ചേരാനില്ല. പക്ഷെ പിന്നെ നമുക്കതുപോലെ തന്നെ ബസ്സിന് പോകാം. ഇതിപ്പോൾ നിസ്സാരം 10 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന ദൂരത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് വേളാങ്കണ്ണിയിൽ നിന്നൊക്കെ യാത്ര തിരിച്ചത് ഇവിടെ വെളുപ്പിന് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. യാത്രയൊക്കെ വളരെ സുഖമായിരുന്നു. പോകുമ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. വീട്ടിലെത്തുന്നതോടുകൂടി ഞാൻ പറഞ്ഞിട്ട് പോയില്ലേ, നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ കാരണം വന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരാശ്വാസമായിരുന്നു. യാത്രയിലൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി. നമ്മൾ പ്രാർത്ഥിച്ചങ്ങനെ തിരിച്ചെത്തി. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഗ്രീസ് ടൈം. താങ്ക് യു.